മൃഗങ്ങൾക്ക് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗസ്നേഹികളല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണ് ഇവിടെ പ്രായോഗികമായിട്ടുള്ളത്. അത് ഞങ്ങൾ മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടിട്ടല്ല. അത് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരമായിട്ട് ഉള്ള നിയമ സംവിധാനത്തിൽ നിന്നും ഈ ഉപദ്രവകാരികൾ കൂട്ടത്തോടെ പിടിച്ച് കൊന്നു കളയണം എന്ന് പറയാൻ നാക്ക് പൊങ്ങാത്ത എന്താണ്? ഇത്ര വേദന കാണുമ്പോഴും ഇത്ര മരണങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഒരു വയസ്സായ വൃദ്ധയെ ബലാത്സംഗം ചെയ്തു ആളെ പിടികൂടിയെന്ന്. നിങ്ങൾ എന്താ അത് പറയാത്തത്? അയാളെ ഈ ആഴ്ച തന്നെ 2 or 3 വൃദ്ധകളെയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ ഉപദ്രവിക്കുന്നത്. അതിലൂടെ പോലീസുണ്ട്, അവരെ പിടിച്ച് അകത്തിടുന്നുണ്ട്. പട്ടി കടിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോഴത്തെ എന്തൊക്കെ പറയാണോ ഇരുന്നു? പട്ടി മാത്രമല്ലല്ലോ കടിക്കുന്നുള്ളൂ, ആന കുത്തുന്നില്ലേ, പുലി കടിക്കുന്നില്ലേ, വാൽപ്പാറയിൽ ഒരു കൊച്ചിനെയല്ലേ കൊന്നത്, കരടിയല്ലേ കൊന്നത്. ഈ അഖിൽ എന്ന് പറയുന്ന ആള് വീഴുന്ന ആ പട്ടി കഴുത്തിൽ ബെൽറ്റുള്ളൊരു പട്ടിയാ. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന പട്ടിയാണത്? എന്തുകൊണ്ട് ഇവരെ ഇറക്കി വിടരുത് എന്ന് നിങ്ങൾ പറയുന്നില്ല? ഈ കൊല്ലല് മാത്രമാണോ സൊല്യൂഷൻ? റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ അപകടം പോലെയാണോ ഒരു പട്ടി ഒരു പ്രകോപനം ഇല്ലാതെ കുഞ്ഞിനെ കടിച്ചു കയറി കൊല്ലുന്നത്? പട്ടി പ്രകോപനം ഇല്ലാതെ ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ പ്രകോപിപ്പിച്ചാലും കടിക്കും. വേറെ ആരെങ്കിലും പ്രകോപിച്ചിട്ട് പിന്നെ വരുന്ന കുട്ടികളെ ആയിരിക്കും കടിക്കാൻ പോകുന്നത്. അതറിയാം. പട്ടി കടിച്ച് മനുഷ്യന്മാരും ഇല്ല, എന്നിട്ട് വന്നിരുന്ന പട്ടിക്ക് വേണ്ടി വാദിക്കാം, നാണമില്ലാതെ. ഞാൻ പട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കുക, പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കണോ? മനുഷ്യന് വേണ്ടി വാദിക്കണോ? ഞാൻ കശ്മീർക്ക് മനുഷ്യന് വേണ്ടി വാദിക്കുക. മനുഷ്യന് വേണ്ടി വാദിക്കില്ല, മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ.